രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കപ്പെടുന്ന ഒരു നിയമമല്ല, അല്ലെങ്കിൽ നിയമത്തിൻ്റെ മാറ്റം വരുത്തലല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്നത്. പകരം ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുകയാണ്. ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ ഇവിടെ BJP പ്രതിനിധി ചെയ്തത്. ഇപ്പോൾ 125 ദിവസമായി തൊഴിൽ ദിനം വർദ്ധിപ്പിക്കും എന്ന ഒരു മോഹം നൽകുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ആ 125 ദിവസത്തിൽ ഒരു ദിവസത്തിന് പോലും ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ്. യഥാർത്ഥത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ തൊഴിൽ അവകാശം എന്ന് പറയുന്ന വാചകമുണ്ട്. അത് അവകാശമായി നിയമത്തിലൂടെ 100 ദിവസം ഉറപ്പുവരുത്തുകയാണ്. കേന്ദ്ര സർക്കാർ 100 ദിവസം അങ്ങനെ ഉറപ്പുവരുത്തുന്നു. എന്നാൽ ലഭ്യമാകുന്ന തൊഴിൽ നൽകണം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ മാറുകയാണ്. അതായത് ലഭ്യമാകുന്ന തൊഴിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ നൽകേണ്ടതില്ല. അങ്ങനെ ഏതെല്ലാം മേഖലയിൽ ലഭ്യമാകുമോ അങ്ങനെയെല്ലാമുള്ള മേഖലകളെയെല്ലാം നിയന്ത്രണത്തിന് വിധേയമാക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സ്കീമുകളും ഇതിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കുന്നു. കേന്ദ്ര സർക്കാർ ആ അധികാരത്തിലേക്ക് കൈകടത്തുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയിലേക്ക് വരികയും എന്നാൽ ഇതിൻ്റെ എല്ലാം കൃത്യമായ ബാധ്യതയിൽ നിന്ന് കേന്ദ്ര സർക്കാർ മാറുകയും ചെയ്യുകയാണ്. അതായത് ഈ പദ്ധതിയുടെ ഭാഗമായി 100% യഥാർത്ഥത്തിൽ മെറ്റീരിയൽ കോസ്റ്റാണ് 10% സംസ്ഥാനങ്ങൾ വഹിച്ചിരുന്നത്. അതായത് കാർഷിക മേഖലയിലും മറ്റും ജോലി ചെയ്യുമ്പോൾ ഉപകരണങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയുള്ള മെറ്റീരിയൽ കോസ്റ്റാണ് 10% സംസ്ഥാനങ്ങൾ വഹിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി മാറി 40-60 എന്നുള്ള രീതിയിൽ മാറുന്നു. 40-60 എന്നുള്ള രീതിയിൽ മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? വേതനമടക്കം എല്ലാ കാര്യങ്ങളിലും വേതനത്തിൽ ഉൾപ്പെടെ 40-60 എന്ന ശതമാനത്തിലേക്ക് മാറുകയാണ്. 40% ഈ സ്കീമിൽ സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പ്രതിവർഷം കേരളത്തിൽ ഏതാണ്ട് 4000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ അതിൽ 1600 കോടി രൂപ കേരളം മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ്. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നം വരും. പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നം കുറച്ചുകൂടി ഗൗരവകരമാണ്. കാരണം ഇങ്ങനെ കേന്ദ്ര സ്കീമിലേക്ക് മാറ്റി സംസ്ഥാന വിഹിതം വേണമെന്ന് പറയുന്ന ഒരു വിഹിതവും കേരളത്തിന് യഥാർത്ഥത്തിൽ കൃത്യസമയത്ത് നൽകുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് വിദ്യാർത്ഥികൾക്കുള്ള കുട്ടികൾക്കുള്ള SSK സർവശിക്ഷ അഭിയാൻ്റെ പണമായാലും അത് കുടിശ്ശികയാണ്, നൽകുന്നില്ല. അത് പല ഭീഷണിപ്പെടുത്തിയും അത് തരാതിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നെൽകർഷകർക്കുള്ള അവരുടെ സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട പണം നൽകുന്നേയില്ല. അങ്ങനെ ഓരോന്നും നോക്കിയാൽ അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ട പണം നൽകുന്നില്ല. ഇങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ഒരു പ്രത്യേക അജണ്ട ഇതിനകത്ത് വേറെ നിൽക്കുന്നുണ്ട്. കേരളം പോലെയുള്ള BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്കെല്ലാം ഇതിൻ്റെ ബാധ്യത അവർ ഇത്തരത്തിൽ നൽകുമെന്ന് പറയുകയും എന്നാൽ പല മാനദണ്ഡങ്ങൾ വെച്ച് നൽകാതിരിക്കുകയും എല്ലാം സംസ്ഥാന ബാധ്യതയായി മാറ്റുകയും സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പുറത്തുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ അവർ ചെയ്യുന്നതോ അവർക്കിഷ്ടമുള്ള സംസ്ഥാനങ്ങൾ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സ്പെഷ്യലായി പല രീതിയിൽ ഗ്രാൻറ്റുകളും എയ്ഡുകളും എല്ലാമായി സംസ്ഥാനങ്ങൾക്ക് കോടാനുകോടി രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നെടുത്ത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുക, അവരെ വളർത്തുക. എന്നാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക എന്ന സമീപനം കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ട്. ഏതായാലും തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ എത്തിച്ചേരുന്ന സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശ്വാസ പദ്ധതിയെ പൂർണ്ണമായും, അതായത് ഒരു നിയമമാകുന്നത് എങ്ങനെയായത്? ഇതൊരു നിയമമാകേണ്ടി വരുന്നത് ഇത് ഒരു നിയമത്തിൻ്റെ ഭാഗമായി ഉറപ്പ് നൽകുന്ന തൊഴിലാണ്. ആ നിയമത്തിനകത്ത് നിന്ന് ആ ഉറപ്പ് പിൻവലിക്കുകയാണ്, ആ ഗ്യാരണ്ടി പിൻവലിക്കുകയാണ്. ആ ഗ്യാരണ്ടി പിൻവലിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ആ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് BJPയുടെ ഒരു പ്രത്യേക അജണ്ടയാണ്. ആ അജണ്ടയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലുൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം ഇവർ വലിയ തോതിൽ ഊതി കത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായി പെട്ടുപോകുന്ന നിഷ്കളങ്കർ ഉൾപ്പെടെ അവരുടെ പല ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും ചേർന്ന് പോകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ രാജ്യത്ത് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സമ്പൂർണ്ണ കോർപ്പറേറ്റുവൽക്കരണമാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. അവർക്ക് വേണ്ടി തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ, സാധാരണക്കാരെ ചൂഷണം ചെയ്യാൻ, അവർക്ക് വളരാൻ, കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, അദാനിയും അംബാനിയും, മോദിയുടെ അടുത്ത സുഹൃത്തുക്കൾ, ലോകത്തിലെ നമ്പർ 1 കോടീശ്വരന്മാരാകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ അവർ മത്സരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനത, ആ ജനത പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയും പറയുന്നു.
ദാരിദ്ര്യവും പട്ടിണിയും ഏറ്റവും കൂടുതലാകുന്നു. അതോടൊപ്പം അതിസമ്പന്നരും ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് നാം കാണേണ്ടത് എന്താണ്? ഈ രാജ്യത്ത് സാധാരണ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ മുഴുവൻ നിഷേധിച്ച് കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള സൗകര്യമൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യും. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നവോത്ഥാനവൽക്കരണ നയത്തിൻ്റെ കാലത്ത് ഇടതുപക്ഷം ഒരു ബദലായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ നൽകും. ഒറ്റ വാചകത്തിൽ ഞാൻ പൂർത്തീകരിക്കാം. പിന്തുണ നൽകുന്ന ഘട്ടത്തിൽ ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് ഇത്തരം ഒരു പൊതുവിനവും പരിപാടിയിൽ ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അതൊരു നിയമമാക്കി മാറ്റുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ ആ നിയമത്തിൻ്റെ ഉള്ളടക്കത്തെ ചോർത്തുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, സ്വതസിദ്ധമായ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മതനിരപേക്ഷമായ പാരമ്പര്യത്തിൻ്റെ അടയാളമായിട്ടുള്ള ഗാന്ധിജിയെ അവർ എല്ലാ സ്ഥലത്തുനിന്നും മായ്ക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് വെടിയുണ്ട കൊണ്ടാണ് മായ്ച്ചതെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് നിയമത്തിലൂടെ ഗാന്ധിയെ മായ്ക്കുകയാണ്, കൊല്ലുകയാണ്. ഗാന്ധി എന്ന ആശയം തന്നെ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ പേരുമാറ്റമെല്ലാം ഉണ്ടാകുന്നത്. പേരുമാറ്റത്തിനപ്പുറത്തേക്കും കൂടി ഗൗരവകരമായി ഇതിൻ്റെ ഉള്ളടക്കമാകെ എന്താണോ ഗാന്ധി. അതാണ് സജീഷ്, ഇതിൻ്റെ പേരും ഘടനയും ഒരുപോലെ പേരുണ്ട്, അതുപോലെ തന്നെ ഗൗരവവും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ഘടന തന്നെ മാറ്റുന്നു എന്നുള്ളത്. ഡോക്ടർ ജിജു പി അലക്സിലേക്ക് കൂടി ഞാനൊന്ന് വരികയാണ്. യഥാർത്ഥത്തിൽ പിന്നെ ശരത്ത് ഒറ്റ കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. ശരത്ത് പറഞ്ഞപ്പോഴാണ് ശ്രീ ശരത്ത് ഒരു കാര്യം, യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ നമുക്ക് ഇരുതലമൂർച്ചയിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഗാന്ധിജിയുടെ പേര് മാറ്റുമ്പോൾ ഒരുപക്ഷെ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രതിഷേധം അങ്ങോട്ടായിരിക്കും തിരിയുക. പക്ഷേ ഉള്ളടക്കത്തെക്കുറിച്ച് ചർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയായിരിക്കും ഒരേ സമയത്ത് ഉള്ളടക്കവും ഒരേ സമയത്ത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം സജീഷ് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളടക്കം തന്നെയാണ്. രാജ്യം കണ്ട ഏറ്റവും ശക്തമായ ഒരു ഗ്രാമീണ തൊഴിൽ പദ്ധതിയാണ്. അത് രാജ്യത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിലിനി ഒരു പരിശോധനയുടെ ആവശ്യമില്ല. അതിൽ ഒരു തിരുത്തൽ വരുത്തുമ്പോൾ അത് അതിനേക്കാൾ മികവുറ്റതാകണം.